നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിനെക്കുറിച്ചുള്ള ഈ അത്യുഗ്രൻ വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഒരു വലിയ കുടുംബം അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം തന്നെ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ സുഗമമായി കൊണ്ടുപോകാൻ സഹായിക്കുന്ന വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു വലിയ കുടുംബ കണക്കുപുസ്തകമാണ് നമ്മുടെ ഭരണഘടനയിലെ ഈ 7ാം ഷെഡ്യൂൾ. ശരി, നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, അത്രത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞ് ഇത്രയും വലിയൊരു രാജ്യത്തെ യാതൊരുവിധ അരാജകത്വവുമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഉത്തരം വളരെ ലളിതമാണ് കേട്ടോ. ഭരണനിർവഹണത്തിന്റെ ഓരോ ചുമതലകളും അതിമനോഹരമായി വിഭജിച്ചു നൽകുക. നമ്മുടെ ഇന്ത്യയുടെ ഭരണവിജയത്തിന്റെ രഹസ്യവും ഇതുതന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അധികാരങ്ങൾ കൃത്യമായി വിഭജിച്ചിരിക്കുന്നു. ഇതവർ തമ്മിലുള്ള കൂട്ടിയിടികൾ ഒഴിവാക്കുകയും ഭരണനിർവഹണം വളരെ എളുപ്പമാക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഈ വലിയ കണക്കുപുസ്തകമൊന്ന് തുറക്കാം, അല്ലേ? ഇതിൽ പ്രധാനമായും 4 അധ്യായങ്ങളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറന്റ് ലിസ്റ്റ്, പിന്നെ നമ്മൾ ഭാവിയിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. ഇതിലെ ആദ്യത്തെ അധ്യായമാണ് യൂണിയൻ ലിസ്റ്റ്, അഥവാ നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായും ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത്. അതായത് കേന്ദ്ര പാർലമെന്റാണ് ഈ കാര്യങ്ങൾ മുഴുവനായി കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 97 വിഷയങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിത് വളർന്ന് കൃത്യം 100 വിഷയങ്ങളിൽ എത്തി നിൽക്കുന്നു. ഈ 100 വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്നത്, നമ്മുടെ ബാങ്കുകൾ, അതുപോലെ നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ട്രെയിനുകൾ എന്നിവയെല്ലാം കേന്ദ്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു വലിയ കഥ പോലെ നമുക്കിത് പറയാം. രാജ്യരക്ഷ, വിദേശകാര്യം, റെയിൽവേ, ബാങ്കിംഗ്, കറൻസി, അണുശക്തി, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഇൻഷുറൻസ്, പിന്നെ നമ്മുടെ സെൻസസ്, ഇതെല്ലാം ഇന്ത്യ മുഴുവൻ ഒരേയൊരു നിയമം ആവശ്യമുള്ള കാര്യങ്ങളല്ലേ? അതുകൊണ്ടുതന്നെ ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പൂർണ്ണ അധികാരം നമ്മുടെ കേന്ദ്ര പാർലമെന്റിന് മാത്രമാണ്. ഇനി നമുക്ക് 2ാമത്തെ അധ്യായത്തിലേക്ക് പോകാം, സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതിനെ നമുക്ക് നമ്മുടെ പ്രാദേശിക സംരക്ഷകർ എന്ന് വിളിക്കാം. നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ പ്രാദേശികവും ദൈനംദിനവുമായ കാര്യങ്ങൾ നോക്കുന്നത് സംസ്ഥാനങ്ങളാണല്ലോ. കാലക്രമേണ ഇവരുടെ ചുമതലകളിലും ചെറിയ മാറ്റങ്ങൾ വന്നുകേട്ടോ. തുടക്കത്തിൽ 66 വിഷയങ്ങളുണ്ടായിരുന്ന ഈ ലിസ്റ്റിൽ നിലവിൽ സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് 61 പ്രാദേശിക വിഷയങ്ങളാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ചുമതല. അതായത് നിങ്ങളുടെ നാട്ടിലെ ക്രമസമാധാനവും പോലീസും, നമ്മുടെ പൊതുജനാരോഗ്യം, കൃഷി, തദ്ദേശ സ്വയംഭരണം, ജയിലുകൾ, അതുപോലെ മദ്യ ഉൽപ്പാദനവും വിപണനവും, പിന്നെ നമ്മുടെ മാർക്കറ്റുകൾ, ഇതെല്ലാം സംസ്ഥാനത്തിന്റെ അധികാരത്തിന് കീഴിലാണ് വരുന്നത്. സാധാരണഗതിയിൽ ഇതിൽ നിയമം നിർമ്മിക്കുന്നത് സംസ്ഥാന നിയമസഭകളാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ ഒരു ചെറിയ ട്വിസ്റ്റുണ്ട്. അതാണ് ആർട്ടിക്കിൾ 249. ഇതൊരു ഗംഭീര വകുപ്പാണ് കേട്ടോ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, രാജ്യത്ത് ഒരു ദേശീയ അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണമോ വരുമ്പോൾ, അതുമല്ലെങ്കിൽ രാജ്യതാൽപര്യം മുൻനിർത്തി രാജ്യസഭ ഒരു പ്രമേയം പാസാക്കുകയാണെങ്കിൽ കേന്ദ്ര പാർലമെന്റിന് ഈ പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിലും നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഭരണ സംവിധാനമാണിത്. ശരി, ഇനി നമ്മുടെ 3ാമത്തെ അധ്യായം, കോൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി പട്ടിക. ഇതിനെ നമുക്ക് അധികാരങ്ങൾ പങ്കിടുന്ന ഒരിടമെന്ന് പറയാം. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്ത വളരെ മികച്ചൊരു ആശയമാണിത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ഈ ലിസ്റ്റിൽ തുടക്കത്തിൽ 47 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിത് 52ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ ഭാവിയെ തന്നെ ഒരുമിച്ച് പങ്കിടുന്ന കുറച്ചു വിഷയങ്ങളുണ്ടിതിൽ. വിദ്യാഭ്യാസം, നമ്മുടെ കാർഡുകൾ, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബസൂത്രണവും, വിവാഹവും വിവാഹമോചനവും, അതുപോലെ തൊഴിലാളികളുടെ ക്ഷേമം, പിന്നെ അളവുകളും തൂക്കങ്ങളും. ഇതെല്ലാം കേന്ദ്രവും സംസ്ഥാനവും ഒത്തുചേർന്ന് കൈകോർത്ത് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. 1976 നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിക്ക് ഇതിലൊരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. വിദ്യാഭ്യാസം, വനം, അളവുകളും തൂക്കങ്ങളും, വന്യമൃഗ സംരക്ഷണം, പിന്നെ നീതിന്യായ ഭരണം, ഈ 5 സുപ്രധാന വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും എടുത്തുമാറ്റി ഈ കോൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ആ ഭേദഗതിയിലൂടെയാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമുണ്ടെന്നത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം, 2 പേർക്കും ഒരേ വിഷയത്തിൽ അധികാരമുള്ളപ്പോൾ അവിടെ തർക്കങ്ങളുണ്ടാകില്ലേ? തീർച്ചയായും ഉണ്ടാകാം. അവിടെയാണ് നമ്മുടെ ആർട്ടിക്കിൾ 254 കടന്നുവരുന്നത്.
കോൺകറന്റ് ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഉണ്ടാക്കിയ നിയമങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ കേന്ദ്ര നിയമത്തിനാണ് മുൻഗണന ലഭിക്കുക. ഇതാണ് ഭരണഘടനയിലെ ആ പ്രത്യേക ടൈ ബ്രേക്കർ റൂൾ. ഇനി നമ്മൾ അവസാനത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. റെസിജ്വറി പവേഴ്സ് അഥവാ ഭാവിയിലേക്കുള്ള അവശിഷ്ട അധികാരങ്ങൾ. നമ്മുടെ ഈ കണക്കുപുസ്തകത്തിന്റെ ഏറ്റവും മാന്ത്രികമായ ഭാഗമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭരണഘടന എഴുതുന്ന സമയത്ത് കണ്ടുപിടിക്കപ്പെടാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് നിയമങ്ങൾ എഴുതുക? 1950-ൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് അന്നില്ലാതിരുന്ന ഈ ഇന്റർനെറ്റ്, കൊമേഴ്സ്, സൈബർ നിയമങ്ങൾ, അതുപോലെ ഇന്നത്തെ ആധുനിക ബഹിരാകാശ ഗവേഷണം എന്നിവയെക്കുറിച്ചൊക്കെ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? ഇല്ലല്ലോ. അതിനുള്ള അവരുടെ ഉഗ്രനുത്തരമാണ് ആർട്ടിക്കിൾ 248. കാനഡയിൽ നിന്നും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനാ ശില്പികൾ എഴുതി ചേർത്ത ഈ നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിലവിലുള്ള ഈ 3 ലിസ്റ്റുകളിലും പെടാത്ത ഭാവിയിൽ ഉയർന്നു വന്നേക്കാവുന്ന ഏതൊരു പുതിയ വിഷയത്തിലും നിയമം നിർമ്മിക്കാനുള്ള പൂർണ്ണ അധികാരം അത് കേന്ദ്ര സർക്കാരിന് അഥവാ പാർലമെന്റിനും മാത്രമായിരിക്കും. ഇതിനെയാണ് നമ്മൾ റെസിഡ്യൂവറി പവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇതാണ് നമ്മുടെ ആ വലിയ കണക്ക് പുസ്തകം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറന്റ് ലിസ്റ്റ്, പിന്നെ ഭാവിയിലേക്കുള്ള ആ അവശിഷ്ടാധികാരങ്ങൾ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം സമതുലിതമായാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഇത് വളരെ വ്യക്തമാക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. എന്തായാലും ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഈ വിവരണം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലോകം മുമ്പ് എന്നത്തേക്കാളും വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നാളെ പുതിയതായി ഏത് റെസിഡ്യൂറി സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരിക? ഒരുപക്ഷേ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ സാങ്കേതിക വിദ്യകളാകാം, അല്ലേ? എപ്പോഴും കാലത്തിനൊത്തു വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ ഈ ജീവനുള്ള സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ഒരു വിവരണം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. കണ്ടിരുന്ന ഏവർക്കും വലിയൊരു നന്ദി.